ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടക്കുന്ന മാർച്ചിൽ സംഘർഷാവസ്ഥയാണ്. അമല് ചേരുന്നുണ്ട്. അവിടെ നിന്നും അമല്, എന്താണ് അവിടെ സംഘർഷാവസ്ഥയാണെന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ, എന്താണ് ലഭ്യമാവുന്ന വിവരം? ഉണ്ടായ ഒരു മാർച്ചായിരുന്നു. അതായത് പ്രവർത്തകരൊക്കെ സെക്രട്ടേറിയറ്റിന്റെ നടയിലേക്ക് എത്തുകയും അവർ പ്രതിഷേധങ്ങൾ, അതായത് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബാരിക്കേഡിന് മുന്നിൽ സമാധാന അന്തരീക്ഷത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് MP കെ മുരളീധരന്റെ ഉദ്ഘാടന പ്രസംഗവും ആറ്റുകൊഴുന്നാളിന്റെ പ്രസംഗത്തിനും ഒക്കെ ശേഷം പിന്നീട് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന വനിതാ പ്രവർത്തകയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു കൊണ്ട് തന്നെ വലിയ ഒരു സജ്ജീകരണം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിരവധി വനിതാ പോലീസ് പ്രവർത്തകരെ ഉൾപ്പെടെ അണിനിരത്താൻ വേണ്ടി പോലീസിന് സാധിച്ചിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും പോലീസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നൂറുകണക്കിന് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പിണറായി സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെയും പോലീസിന്റെ ഭീകരതയ്ക്കെതിരെയുമായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സമരം നടന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം പിണറായി സർക്കാരിന് കറുപ്പ് കാണുമ്പോൾ പേടിയാണെന്നും പിണറായി സർക്കാർ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അതായത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ വീടിനകത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന രീതിയിൽ വലിയ വിമർശനമായിരുന്നു മുരളീധരൻ MP പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു സമരം സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശക്തമായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വനിതാ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വനിതാ പോലീസ് പ്രവർത്തകർ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം സംഘർഷാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. വ്യക്തമാണ്. പിണറായി സർക്കാരിൻ്റെ നികുതി കൊള്ളയിലും പോലീസിൻ്റെ ഭീകരതയ്ക്കുമെതിരെ മഹിളാ കോൺഗ്രസ് നടത്തുന്ന മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. മുരളീധരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി പുറത്തിറങ്ങിയാൽ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ നാട്ടുകാർ പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പാണ് സർക്കാർ നൽകുന്നതെന്ന വിമർശനമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ മുരളീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.